ഇപ്പോൾ നമ്മൾ മുമ്പ് സ്കൂളിലൊക്കെ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയാണ് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് എല്ലാ സ്കൂളിനും അത്യാവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ പല സ്കൂളുകൾ നമുക്കറിയാവുന്ന കേരളത്തിലെ മികച്ച പല സ്കൂളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ്ങാണ്. ആ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി സ്കൂളിങ്ങിനെ നിരന്തരം കമ്മ്യൂണിറ്റിയിലേക്ക്, അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അധ്യാപകരെ പണിയെടുക്കുന്ന പോലെ തന്നെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബ്രാൻഡിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രാൻഡിങ് എന്നുള്ളത് ഈ ഒരു ജേണിയിലൂടെ തന്നെ പോകണം. സാധാരണ പറയാറുണ്ട് ഈ മാർക്കറ്റിങ്ങിലും അതുപോലെ സെയിൽസിലൊക്കെ പറയുന്ന തന്ത്രമുണ്ട്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു 12 തവണ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ ദൃഷ്ടിയിലൂടെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് അട്രാക്ഷൻ ഉണ്ടാകും, നമ്മളത് വാങ്ങിയിരിക്കും അല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ സ്വീകരിച്ചിരിക്കും എന്നുള്ളൊരു തന്ത്രം പറയാറുണ്ട്. സാറ് സൂചിപ്പിച്ചത് പരമാവധി നമ്മുടെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഡിജിറ്റൽ പ്രസൻസ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഇന്ന് ആളുകൾ ജീവിക്കുന്നതും ഡിസിഷൻ എടുക്കുന്നതൊക്കെ ഡിജിറ്റൽ പ്രസൻസിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ ഒരു സ്വാധീനം മൂലം നമുക്കറിയാം. അപ്പോൾ സ്കൂൾ എങ്ങനെയാണോ ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഓൺലൈനിൽ വേണം. സ്കൂളിൽ എന്ത് നടക്കുന്നുള്ളത് കൃത്യമായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് വിഷ്വലി പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പാപ്പിയോൺ സപ്പോർട്ട് ചെയ്യുന്ന പല സ്കൂളുകൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഇതാണ്. സ്കൂളിന് കൃത്യമായ ഒരു വിഷ്വൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു